മക്കളെ ഉന്നത പഠനത്തിന് പറഞ്ഞയക്കുമ്പോൾ മാതാപിതാക്കളുടെ മനസ്സിൽ അവരെക്കുറിച്ച് വലിയ സ്വപ്നങ്ങൾ കാണും. മക്കൾ വിദേശത്ത് പോയി ജോലി നേടിയ ശേഷം വേണം കുടുംബത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി മാറാൻ. പിന്നീട് നല്ല നിലയിൽ അവരെ വിവാഹം കഴിപ്പിച്ചയക്കണം. ഇങ്ങനെ പത്തനംതിട്ടയിലെ അമ്മുവിൻ്റെ മാതാപിതാക്കളും മകളെക്കുറിച്ച് വലിയ സ്വപ്നങ്ങൾ കണ്ടതാണ്. എന്നാൽ പഠനം പൂർത്തിയാകാൻ 1 മാസം മാത്രം ബാക്കി നിൽക്കെ അവർക്ക് കേൾക്കേണ്ടി വന്നത് മകളുടെ മരണ വാർത്ത. എന്താണ് അമ്മുവിന് സംഭവിച്ചത്? കുടുംബം ആരോപിക്കുന്നത് പോലെ നഴ്സിംഗ് കോളേജിലെ സഹപാഠികളായ ആ 3 പേർക്കും മരണത്തിൽ പങ്കുണ്ടോ? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. പത്തനംതിട്ടയിൽ നഴ്സിംഗ് കോളേജ് വിദ്യാർത്ഥിനി അമ്മുവിന് ആ രാത്രി എന്താണ് സംഭവിച്ചത്? വൈകുന്നേരം 4 മണിക്ക് മാതാപിതാക്കളുമായി അവൾ ഫോണിൽ സംസാരിച്ചതാണ്. പിന്നീട് രാത്രി അമ്മു ഹോസ്റ്റൽ കെട്ടിടത്തിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തുവെന്നാണ് കുടുംബം കേട്ടത്. കോളേജിലെ സഹപാഠികളായ 3 പെൺകുട്ടികളുമായി അമ്മുവിന് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ആ പ്രശ്നമാണോ മരണത്തിലേക്ക് നയിച്ചത്? കുടുംബത്തിൻ്റെ പരാതിയിൽ അന്വേഷണം നടത്തുന്ന പോലീസ് കോളേജിലെത്തി അധ്യാപകരുടെ മൊഴി രേഖപ്പെടുത്തി. സംഭവത്തിൽ അന്വേഷണം നടത്താൻ ആരോഗ്യമന്ത്രിയും ഉത്തരവിട്ടിട്ടുണ്ട്. അമ്മു സജീവിന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. കോളേജിൽ കുട്ടികൾ തമ്മിലുണ്ടായ ചില പ്രശ്നങ്ങളാണ് ആത്മഹത്യ കാരണമെന്നാണ് കുടുംബത്തിന്റെ പ്രധാന ആരോപണം. അതേസമയം കുട്ടികൾ തമ്മിൽ ചില പ്രശ്നങ്ങൾ നിലനിന്നിരുന്നതായും നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും കോളേജ് പ്രിൻസിപ്പൽ അബ്ദുൽ സലാം പറഞ്ഞു. എനിക്ക് ആദ്യമായിട്ട് ഒഫീഷ്യലി കിട്ടുന്ന കുട്ടിയുടെ കംപ്ലൈന്റ് ഒന്നും ഒരു കുട്ടിയുടെ കംപ്ലൈന്റ് നമുക്ക് ഇന്നവരെ രേഖാമൂലം കിട്ടിയിട്ടില്ല. അച്ഛൻ്റെ കംപ്ലൈന്റ് കിട്ടിയ അടുത്ത ദിവസം തന്നെ നമ്മളത് ആക്ട് ചെയ്തു. അതിനുള്ള കമ്മിറ്റികളും കാര്യങ്ങളും എല്ലാമായിട്ട് അത് അവർ ഡിസിപ്ലിൻ കമ്മിറ്റിക്ക് അനുയോജ്യമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്ന ഉറപ്പ് നിന്നതുകൊണ്ടാണ് പിന്നെ നമ്മൾ. പക്ഷേ കുറേ നാളത്തേക്ക് പ്രശ്നമില്ലായിരുന്നു. പിന്നെ ഈ പരീക്ഷയ്ക്ക് വെക്കുന്ന ലോഗ് ബുക്ക് നഷ്ടപ്പെട്ടതാണ് വീണ്ടും പ്രശ്നത്തിലേക്ക് വന്നത്. ആത്മഹത്യ ചെയ്യത്തക്ക വിഷയങ്ങളൊന്നും കുട്ടികൾക്കിടയിൽ ഇല്ലെന്നും അവർ ഉറ്റ സുഹൃത്തുക്കളായിരുന്നുവെന്നുമാണ് ക്ലാസ് ടീച്ചർ സമിത ഖാൻ പറഞ്ഞത്. ഈ കുട്ടി ചാടാൻ വേണ്ടിയുള്ള ഇഷ്യൂസ്, കാരണം ആ കുട്ടികൾ ഒതുങ്ങി പോവുകയായിരുന്നു മറ്റുള്ള കുട്ടികൾ. ആ കുട്ടിക്ക് ഒരു ഇഷ്യൂ, കാരണം ഈ കുട്ടി ആരോടും മിണ്ടാത്തൊരു കുട്ടി. അപ്പോൾ നമ്മളതിനെ സപ്പോർട്ട് ചെയ്തേ കൊണ്ടുപോയിട്ടുള്ളൂ. ആദ്യം മുതലേ ഇങ്ങനെ മിണ്ടാതിരിക്കാട്ടെ അങ്ങനെ ഒരു കുട്ടിയാണ് ക്ലാസ്. അമ്മുവിന്റെ മരണത്തിൽ പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ്. പത്തനംതിട്ട പോലീസ് കോളേജിലെത്തി അധ്യാപകരുടെ മൊഴി രേഖപ്പെടുത്തി. മരണം ആത്മഹത്യ തന്നെയാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. അമ്മുവിന്റെ മൊബൈൽ ഫോൺ ഉൾപ്പെടെ പോലീസ് ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഫോറൻസിക് റിപ്പോർട്ടും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ലഭിക്കുന്ന മുറയ്ക്ക് തുടർ നടപടികൾ സ്വീകരിക്കാനാണ് പോലീസിന്റെ തീരുമാനം. അമ്മുവിന്റെ മരണത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് ABVP പ്രവർത്തകർ കോളേജിലേക്ക് ഇന്ന് പ്രതിഷേധ മാർച്ച് നടത്തി. ന്യൂസ് 18 പത്തനംതിട്ട. രാവിലെ സ്കൂളിലേക്കെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നും ഇറങ്ങുന്ന മക്കൾ സ്കൂളിലെത്താറുണ്ടോ എന്ന് മാതാപിതാക്കൾ അന്വേഷിക്കാറുണ്ടോ? പ്രത്യേകിച്ച് പെൺമക്കളുടെ കാര്യത്തിൽ അച്ഛനമ്മമാർക്ക് അതീവ ശ്രദ്ധ വേണം. കാരണം അവർ ചതിക്കുഴിയിൽ വീഴുന്നത് പലപ്പോഴും തിരിച്ചറിയാൻ വൈകും. കൊല്ലം പൂയപ്പള്ളിയിൽ സ്കൂൾ വിദ്യാർത്ഥിനിയെ യുവാവ് പീഡിപ്പിച്ചത് പ്രണയം നടിച്ചാണ്. കേസിൽ പ്രതി ചെറിയ വെള്ളുന്നല്ലൂർ സ്വദേശി മുഹമ്മദ് ഷായെ പോലീസ് അറസ്റ്റ് ചെയ്തു. പെൺകുട്ടി സ്കൂളിലേക്കെന്ന് പറഞ്ഞ് പലപ്പോഴും പോയിരുന്നത് ഇയാൾക്കൊപ്പമായിരുന്നു. ഇങ്ങനെ വർഷങ്ങളോളം പ്രതി പെൺകുട്ടിയെ പീഡിപ്പിച്ചെന്നാണ് കേസ്. പെൺകുട്ടി 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം മുതൽ മുഹമ്മദ് ഷായുമായി പ്രണയത്തിലായിരുന്നു. പലപ്പോഴും പെൺകുട്ടി സ്കൂളിൽ പോകാതെ യുവാവിനൊപ്പം വിവിധ സ്ഥലങ്ങളിൽ പോകുമായിരുന്നു. പെൺകുട്ടിയുടെ പെരുമാറ്റത്തിൽ വന്ന മാറ്റങ്ങളെ തുടർന്ന് മാതാപിതാക്കൾ നിയമപാലകരുടെ സഹായം തേടി.
ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിൽ നൽകിയ പരാതിയിന്മേൽ പൂയപ്പള്ളി പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തി. തുടർന്നാണ് പെൺകുട്ടി പീഡനത്തിനിരയായതായി കണ്ടെത്തിയത്. പൂയപ്പള്ളി സിഐയും സംഘവുമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. മുഹമ്മദ് ഷായെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കൊട്ടാരക്കര. തമിഴ്നാട് തിരുട്ട് ഗ്രാമത്തിൽ നിന്നുള്ള കുറുവ സംഘങ്ങൾ ആലപ്പുഴ, എറണാകുളം, കോട്ടയം ജില്ലകളിലാണ് കവർച്ചയ്ക്കായി എത്തിയത്. ആകെ വിവിധ മേഖലകളായി തിരിഞ്ഞ് 14 മോഷ്ടാക്കൾ. പകൽ സമയങ്ങളിൽ ആക്രി കച്ചവടം, രാത്രി മോഷണം. മധ്യകേരളത്തിലെ കവർച്ചാ പരമ്പരയിൽ പോലീസിന് പിടികൂടാൻ കഴിഞ്ഞത് സന്തോഷ് ശെൽവത്തെ മാത്രം. സന്തോഷിനൊപ്പം പിടിയിലായ മണികണ്ഠന് കേസിൽ പങ്കില്ലെന്നും പോലീസ് ഉറപ്പിക്കുന്നു. അങ്ങനെയെങ്കിൽ സന്തോഷിനൊപ്പം എത്തിയ രണ്ടാമനാര്? മറ്റു 13 പേർ എവിടെ? പോലീസിന് ഉത്തരം കിട്ടാത്ത നിരവധി ചോദ്യങ്ങളുണ്ട്. സന്തോഷ് സെൽവത്തെ ചോദ്യം ചെയ്തതിൽ നിന്നും രണ്ടാമനെ സംബന്ധിച്ച നിർണായക വിവരങ്ങൾ പോലീസിന് ലഭ്യമായതായാണ് സൂചന. സന്തോഷിനൊപ്പം എറണാകുളം കുണ്ടന്നൂരിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത മണികണ്ഠനെ മണ്ണഞ്ചേരി പോലീസ് വിട്ടയക്കും. ആലപ്പുഴയിൽ മോഷണം നടന്ന കാലയളവിൽ മണികണ്ഠൻ കേരളത്തിൽ ഇല്ലായിരുന്നുവെന്ന് അന്വേഷണ സംഘത്തിന് സ്ഥിരീകരിക്കാനായി. ഒക്ടോബർ 23 മുതൽ നവംബർ 14 വരെ ഇയാൾ തമിഴ്നാട്ടിലായിരുന്നു. ചില കേസുകൾ ഉണ്ടെങ്കിലും മോഷണ കേസുകളില്ല. മണികണ്ഠനെ സംബന്ധിച്ച വിവരം എല്ലാ പോലീസ് സ്റ്റേഷനുകളിലേക്കും കൈമാറിയിട്ടുണ്ട്. സന്തോഷ് സെൽവത്തിന്റെ സഹോദരിയെ വിവാഹം ചെയ്തിട്ടാണ് തിരുട്ട് ഗ്രാമത്തിലേക്ക് മണികണ്ഠൻ എത്തിയത്. പുന്നപ്ര പോലീസും മണികണ്ഠനെ ചോദ്യം ചെയ്തിരുന്നു. അതേസമയം റിമാൻഡിലുള്ള സന്തോഷ് സെൽവത്തിനായി മണ്ണഞ്ചേരി പോലീസ് നാളെ കസ്റ്റഡി അപേക്ഷ നൽകും. ആലപ്പുഴയിൽ തന്നെ 14ഓളം കുറുവാ സംഘങ്ങൾ എത്തിയതായി പോലീസ് സ്ഥിരീകരിക്കുന്നു. ബാക്കിയുള്ളവർക്കായുള്ള തിരച്ചിൽ ഊർജിതമായി തുടരുകയാണ്. മോഷണം നടന്ന ചേന്ദമംഗലത്തും പരിസര പ്രദേശങ്ങളിലും ഡ്രോൺ ഉപയോഗിച്ചുള്ള നിരീക്ഷണം തുടരുന്നു. ഇതുവരെ ആലപ്പുഴ, എറണാകുളം, കോട്ടയം ജില്ലകളിൽ കുറുവാ സംഘാംഗങ്ങളുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഒരേ സമയം മോഷണം നടത്തുന്ന ഇവർ ഒന്നിടവിട്ടുള്ള ദിവസങ്ങളാണ് തിരഞ്ഞെടുക്കുക. മോഷണശേഷം ഒന്നിച്ചു കൂടുകയും പ്രത്യേക പ്രാർത്ഥനകൾ നടത്തുകയും ചെയ്യും. കരിയിലക്കുളങ്ങരയിൽ എത്തിയ ഇവർ ട്രെയിനിൽ സഞ്ചരിച്ചതായും വിവരം ലഭ്യമായിട്ടുണ്ട്. പൊതുവെ അക്രമകാരികളാണെങ്കിലും ആലപ്പുഴയിലോ എറണാകുളത്തോ റിപ്പോർട്ട് ചെയ്ത കേസുകൾക്കൊന്നും അക്രമ സ്വഭാവമുള്ളതല്ലായിരുന്നു. സന്തോഷിനെ കസ്റ്റഡിയിൽ കിട്ടുന്നതോടെ കൂട്ടാളികളെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘങ്ങൾ. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് 18 ആലപ്പുഴ. എറണാകുളം ജില്ലയിലെ വടക്കൻ പറവൂരിലെ മോഷണ ശ്രമങ്ങൾക്ക് പിന്നിൽ കുറുവാ സംഘമാണോ? കവർച്ചാ സംഘങ്ങളുടെ സ്വഭാവ രീതികൾ പരിശോധിച്ചാൽ അങ്ങനെ ചില സംശയങ്ങൾ തോന്നാം. എന്നാൽ ഇക്കാര്യം പോലീസ് സ്ഥിരീകരിക്കുന്നില്ല. കേസന്വേഷിക്കാൻ മുനമ്പൻ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. ഡ്രോൺ ഉപയോഗിച്ചുള്ള നിരീക്ഷണവും പ്രദേശത്ത് ശക്തമാക്കിയിട്ടുണ്ട്. വടക്കൻ പറവൂരിൽ ഭീതി പരത്തിയ മോഷ്ടാക്കൾ കുറുവാ സംഘാംഗങ്ങളാണോ എന്ന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. മുനമ്പം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തിന്റെ അന്വേഷണം തുടരുകയാണ്. അതീവ അപകടകാരികളായ കുറുവാ സംഘത്തിന്റെ മുൻകാല പ്രവർത്തനങ്ങൾ കണക്കിലെടുത്താണ് പ്രത്യേക സംഘത്തെ നിയോഗിച്ചത്. ഒപ്പം പ്രാദേശിക മോഷ്ടാക്കളെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. മോഷണം നടന്ന ചേന്ദമംഗലത്തും പരിസര പ്രദേശങ്ങളിലും ഡ്രോൺ ഉപയോഗിച്ചുള്ള നിരീക്ഷണം നടത്തി. ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ പോലെയുള്ള പൊതുസ്ഥലങ്ങളിലും നൈറ്റ് പെട്രോളിംഗ് ശക്തമാക്കിയിട്ടുണ്ട്. കുറുവാ സംഘം സ്ഥിരമായി ഒരിടത്തു തങ്ങി മോഷണം നടത്തുന്നത് പതിവില്ലാത്തതിനാൽ അന്വേഷണം സമീപ ജില്ലകളിലേക്കും വ്യാപിപ്പിക്കാനാണ് പോലീസ് തീരുമാനം. മോഷ്ടാക്കളുടെ വേഷവിധാനങ്ങളും മറ്റും കുറുവാ സംഘത്തിന് സമാനമാണെങ്കിലും 10ഓളം വീടുകളിലെത്തിയിട്ടും ഒരിടത്തു നിന്നുപോലും സാധനങ്ങൾ മോഷണം പോകാത്തതും ആരെയും ആക്രമിക്കാത്തതും പോലീസിനെ സംശയത്തിലാക്കിയിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. പാലക്കാട് ചെർപ്പുളശ്ശേരിയിൽ അമ്മയെ അച്ഛൻ ക്രൂരമായി കുത്തിക്കൊലപ്പെടുത്തിയത്
നേരിൽ കാണേണ്ടി വന്ന മകൻ്റെ അവസ്ഥ എത്രത്തോളം ഭയാനകമാണ്. ചെറിയൊരു കുടുംബ പ്രശ്നത്തിൻ്റെ പേരിലാണ് സത്യൻ ഭാര്യ സുനിതയെ കൊലപ്പെടുത്തിയത്. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതിയെ പോലീസ് പിടികൂടിയിരിക്കുന്നു. പോലീസ് നടത്തിയ ഊർജിതമായ അന്വേഷണത്തിലാണ് സത്യനെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞത്. മലപ്പുറം സ്വദേശികളായ ഇവർ 2 മാസം മുൻപാണ് മകനൊപ്പം ചെർപ്പുളശ്ശേരിയിലേക്ക് താമസം മാറിയത്. ഭാര്യയെ കുത്തിക്കൊലപ്പെടുത്തിയ ശേഷം ഒളിവിൽ പോയ സത്യനെ പട്ടാമ്പിൽ നിന്നാണ് പോലീസ് പിടികൂടിയത്. പുലർച്ചെയായിരുന്നു കൊലപാതകം. മാങ്ങോട് പിഷാരിക്കൽ ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന സുനിതയാണ് കുത്തേറ്റു മരിച്ചത്. കുടുംബവഴക്കിനെ തുടർന്ന് ഭർത്താവ് സത്യനുമായി ഉണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. കൊല നടത്തി ഒളിവിൽ പോയ പ്രതിയെ സ്വകാര്യ ലോഡ്ജിൽ നിന്നാണ് കസ്റ്റഡിയിൽ എടുത്തത്. മണ്ണാർക്കാട് സർക്കിൾ ഇൻസ്പെക്ടർ രാജേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. പ്രതി ലോഡ്ജിലുണ്ടെന്ന വിവരത്തെ തുടർന്ന് പോലീസ് പട്ടാമ്പിയിലെത്തുകയായിരുന്നു. സ്വകാര്യ ബസ്സിൽ കടന്നുകളയാനുള്ള സാധ്യത കണക്കിലെടുത്ത് തൃത്താല ചാലിശ്ശേരി പോലീസുകാരുടെ നേതൃത്വത്തിലും വിവിധ ഭാഗങ്ങളിൽ പരിശോധന നടത്തിയിരുന്നു. സുനിതയുടെ നെഞ്ചിലും വാരിയെല്ലിലുമാണ് കുത്തേറ്റത്. ബഹളം കേട്ട് സുനിതയുടെ മകനെത്തിയപ്പോഴാണ് കുത്തേറ്റ നിലയിൽ കണ്ടത്. ഉടൻ തന്നെ ആശുപത്രിയിലെത്തിച്ചെങ്കിലും മരിച്ചു. മലപ്പുറം പൊന്നാനി സ്വദേശികളായ സുനിതയും കുടുംബവും 2 മാസം മുമ്പാണ് മകനൊപ്പം ചെർപ്പുളശ്ശേരിയിലേക്ക് താമസം മാറ്റിയത്. ന്യൂസ് 18 ചെർപ്പുളശ്ശേരി. തമിഴ്നാട്ടിൽ ഏറെ ദുരൂഹത സൃഷ്ടിച്ചതാണ് വില്ലുപുരം സ്വദേശിനി റാണിയുടെ മരണം. കഴിഞ്ഞ ദിവസമാണ് റാണിയെ തീപ്പൊള്ളലേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പോലീസിൻ്റെ അന്വേഷണത്തിൽ സംഭവം കൊലപാതകമാണെന്ന് തെളിഞ്ഞു. മരുമകളും കാമുകനും ചേർന്ന് ആസൂത്രിതമായി നടപ്പാക്കിയ കൊലപാതകമാണെന്നും പോലീസിൻ്റെ അന്വേഷണത്തിൽ കണ്ടെത്തി. ഇരുവരും തമ്മിലുള്ള വഴിവിട്ട ബന്ധം ചോദ്യം ചെയ്തതാണ് അരുംകൊലയ്ക്ക് കാരണമായത്. കേസിൽ മരുമകൾ ശ്വേത, ആൺ സുഹൃത്ത് സതീഷ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ശ്വേതയും സതീഷും തമ്മിലുള്ള ബന്ധം ചോദ്യം ചെയ്തതിനെ തുടർന്നാണ് റാണിയെ ഇരുവരും ചേർന്ന് കൊലപ്പെടുത്തിയതെന്ന് പോലീസ് വ്യക്തമാക്കി. ഹോട്ടലിൽ നിന്ന് വാങ്ങിയ ഫ്രൈഡ് റൈസിൽ ഉറക്ക ഗുളിക ചേർത്ത ശ്വേത അത് റാണിക്ക് നൽകുകയായിരുന്നു. റാണി ഉറങ്ങിയ ശേഷം പെട്രോളുമായി സതീഷ് എത്തി. പിന്നീട് ദേഹത്തൊഴിച്ച് തീ കൊളുത്തുകയായിരുന്നു. മരണത്തിൽ സംശയം തോന്നിയ റാണിയുടെ ഇളയ മകൻ പോലീസിൽ പരാതി നൽകി. ഇതേ തുടർന്നാണ് അന്വേഷണം നടത്തിയത്. %80 പൊള്ളലേറ്റ നിലയിലാണ് റാണിയെ പുതുച്ചേരി ജിപ്മറിൽ പ്രവേശിപ്പിച്ചത്. പിന്നീട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തീക്കൊളുത്തി കൊലപ്പെടുത്തിയതാണെന്ന് വ്യക്തമായിരുന്നു. ന്യൂസ് 18 ചെന്നൈ. തിരുവനന്തപുരം വർക്കലയിൽ നാട്ടുകാരെ ഭീതിയിലാഴ്ത്തിയ സംഭവമാണ് യുവാവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസ്. 2023 ഡിസംബറിലാണ് 2 അംഗ സംഘം നിലമേൽ സ്വദേശിയായ രതീഷിനെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. ബഹളം കെട്ടെത്തിയ ബന്ധുക്കൾക്ക് നേരെയും കൊലവിളി നടത്തി. എന്നാൽ സംഭവത്തിന് ശേഷം പ്രതികളായ ചെമ്മരുതി സ്വദേശി ബിജിത്തും മനുവും
ഒളിവിൽ പോയിരുന്നു. മലപ്പുറം ജില്ലയിലെ ഹോട്ടലിൽ മറ്റൊരു പേരിൽ തൊഴിൽ ചെയ്ത് ജീവിക്കുകയായിരുന്നു. അതിനിടെ പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് രണ്ടുപേരെയും പിടികൂടിയിരിക്കുന്നു. ഡിസംബർ 2 കേസിനാസ്പദമായ സംഭവം. നിലമേൽ സ്വദേശിയായ രതീഷിനെ ചെമ്മരുതിയിലെ വീട്ടിൽ വെച്ച് കൊടുവാൾ ഉപയോഗിച്ച് വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചതായാണ് കേസ്. ആക്രമണത്തിൽ രതീഷിന്റെ തലയുടെ ഇടതുഭാഗത്തും കൈക്കും ആഴത്തിൽ മുറിവേറ്റിരുന്നു. ബഹളം കേട്ട് ഓടിയെത്തിയ ബന്ധുക്കളെ ഭീഷണിപ്പെടുത്തി. സംഭവത്തെ തുടർന്ന് 1 വർഷത്തോളം ഒളിവിലായിരുന്ന പ്രതികൾ മഞ്ചേരി, കാഞ്ഞങ്ങാട് എന്നിവിടങ്ങളിൽ ഹോട്ടൽ തൊഴിലാളികളായി ജോലി ചെയ്തു വരികയായിരുന്നു. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ പരിശോധനയിലാണ് വിജിത്തും മനുവും പിടിയിലാകുന്നത്. ന്യൂസ് 18 വർക്കല. മംഗളൂരുവിൽ 3 എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനികൾ നീന്തൽക്കുളത്തിൽ മുങ്ങി മരിച്ചതിന് കാരണം റിസോർട്ട് ഉടമയുടെ അനാസ്ഥയോ? സുരക്ഷാ ക്രമീകരണങ്ങൾ ഇല്ലാതെയാണ് നീന്തൽക്കുളം പ്രവർത്തിപ്പിച്ചതെന്ന് പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തി. ഇതോടെ റിസോർട്ട് ഉടമയെയും മാനേജരെയും അറസ്റ്റ് ചെയ്തു. സംഭവത്തിന് പിന്നാലെ റിസോർട്ടിന്റെ ടൂറിസം പെർമിറ്റ് സസ്പെൻഡും ചെയ്തിട്ടുണ്ട്. സ്ഥാപനം അടച്ചുപൂട്ടാനും നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. വിദ്യാർത്ഥിനികൾ അപകടത്തിൽപ്പെടുന്നതിൻ്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. മംഗളൂരുവിൽ അവസാന വർഷ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനികളായ മൈസൂറിലെ MD നിഷിത, AS പാർവതി, N കീർത്തന എന്നിവരാണ് റിസോർട്ടിലെ നീന്തൽക്കുളത്തിൽ മുങ്ങി മരിച്ചത്. സംഭവത്തിൽ വാസ്കോ ബീച്ച് റിസോർട്ട് ഉടമ മനോഹർ, മാനേജർ ഭരത് എന്നിവരെയാണ് ഉള്ളാൾ പോലീസ് അറസ്റ്റ് ചെയ്തത്. റിസോർട്ടിന്റെ ട്രേഡ് ലൈസൻസും ടൂറിസം പെർമിറ്റും സസ്പെൻഡ് ചെയ്തു. റിസോർട്ട് അടച്ചുപൂട്ടാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സുരക്ഷാ ക്രമീകരണങ്ങൾ ഇല്ലാതെയാണ് നീന്തൽക്കുളം പ്രവർത്തിച്ചതെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. വിദ്യാർത്ഥിനികൾ മുങ്ങിത്താഴുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ ന്യൂസ് 18 ലഭിച്ചു. ഞായറാഴ്ച രാവിലെ 10 മണിയോടെ നീന്തൽക്കുളത്തിൽ കുളിക്കാൻ ഇറങ്ങിയതായിരുന്നു 3 പേരും. ഒരാൾ കുളത്തിന്റെ 6 അടി താഴ്ചയുള്ള ഭാഗത്ത് അപകടത്തിൽപ്പെട്ടപ്പോൾ മറ്റു 2 പേർ രക്ഷിക്കാൻ ശ്രമിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം. ഇതിനിടയിലാണ് 3 പേരും അപകടത്തിൽപ്പെട്ടത്. മൂവർക്കും നീന്തൽ അറിയില്ലായിരുന്നു. ഐഫോൺ വസ്ത്രങ്ങൾക്കിടയിൽ സെറ്റ് ചെയ്തു വെച്ച ശേഷമാണ് മൂവരും നീന്തൽക്കുളത്തിൽ ഇറങ്ങിയത്. വാരാന്ത്യാവധിക്ക് മംഗളൂരുവിലെത്തിയതായിരുന്നു വിദ്യാർത്ഥിനികൾ. ശനിയാഴ്ച പുലർച്ചെയാണ് ഇവർ റിസോർട്ടിൽ മുറിയെടുത്തത്. മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. ന്യൂസ് 18 മംഗളൂരു. മലപ്പുറം വളാഞ്ചേരിയിലെ വ്യാപാരികളുടെ ഉറക്കം കെടുത്തിയ കള്ളനാണ് ബംഗാൾ സ്വദേശി മോസം എന്ന 22-കാരൻ. പൂട്ടുപൊളിച്ചും ഭിത്തി തുറന്നും കടയ്ക്കുള്ളിൽ കയറിയാണ് ഇയാൾ മോഷണം നടത്തുന്നത്. ഇങ്ങനെ രാത്രികാലങ്ങളിൽ മോഷണം പതിവായതോടെ നാട്ടുകാർ തന്നെ കള്ളനെ പിടികൂടാനിറങ്ങി. ഒടുവിൽ മോസത്തെ നാട്ടുകാർ കയ്യോടെ പൊക്കി പോലീസിലേൽപ്പിച്ചു. നിരവധി മോഷണ കേസുകളിൽ പ്രതിയാണ് ഇയാളെന്ന് പോലീസ് പറയുന്നു. വളാഞ്ചേരിയിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ രാത്രികാലങ്ങളിൽ മോഷണം നടത്തിയിരുന്ന കള്ളനെ കയ്യോടെ പിടികൂടിയത് ഇവിടുത്തെ ഓട്ടോ തൊഴിലാളികളാണ്.
പഴുതടച്ച അന്വേഷണം നടത്തിയിട്ടും പോലീസിന് പിടികൊടുക്കാതെ മുങ്ങി നടക്കുകയായിരുന്നു മോഷ്ടാവ്. പശ്ചിമ ബംഗാളിലെ മുർഷിദാബാദ് സ്വദേശി മോസം SK എന്ന 22-കാരനാണ് ഒടുവിൽ പിടിയിലായത്. പൂട്ടുപൊളിച്ചും ഭിത്തി തുരന്നും കടയ്ക്കുള്ളിൽ കയറിയുമാണ് ഇയാൾ മോഷണം നടത്തുന്നത്. വ്യാപാര സ്ഥാപനങ്ങളിലെ CCTVയിൽ പോലും പെടാതെയായിരുന്നു മോഷണം. ഇത്രയും ഡ്രൈവർമാരോട് നൈറ്റ് ഓർഡറാണ്. അപ്പം മധുരിമൻ്റെ ഷട്ടർ ഇങ്ങനെ ഒച്ചപ്പാട് കേട്ടപ്പോൾ ഞങ്ങൾ പോയി നോക്കിയതാണ്. അപ്പോൾ പോയി നോക്കിയപ്പോൾ അവിടെ പൂട്ട് പൊട്ടിച്ചിട്ടുമുണ്ട്, അവിടെ ഒരു കമ്പി കിടക്കുന്നുണ്ട്. അങ്ങനെ മധുരിമൻ്റെ ആൾക്ക് വിളിച്ചപ്പോൾ അവർ പറഞ്ഞ് എന്താണെന്നായാലും നോക്കിയെന്നാണ്. നോക്കിയെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്ത്, ഞങ്ങൾ അവിടെ നിന്ന് അപ്പോൾ അതിൻ്റെ ബാക്ക് സൈഡിൽ ഒരു ഹോൾസ് ഉണ്ട്, ചാടാൻ പറ്റിയ. അപ്പോൾ ആ ഹോൾസിൽ ഞങ്ങൾ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആൾ നിന്നിട്ടാണ് നോക്കുന്നത്. അപ്പോൾ അങ്ങനെ വേറെ ആൾക്കാർ വന്നു. അങ്ങനെ ഞങ്ങൾ പോലീസിനെ വിളിച്ചു, പോലീസ് വന്നു, അങ്ങനെ ഷട്ടർ പൊന്തിച്ചത്. കളവ് നടക്കുകയെന്ന് വെച്ചെങ്കിൽ ഇവിടെ ആകെ പ്രശ്നമില്ല. എല്ലാ കടകളിലും കയറുക, വേണ്ട സാധനങ്ങൾ എടുത്ത് പോകുമ്പോൾ 2 ദിവസം 3 ദിവസം മുന്നേ മെഡിക്കൽ സ്റ്റോറിൽ കയറി എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ മുന്നേ ഇവിടെ പിന്നെ ഈ വില്ലേജ് ഓഫീസിൻ്റെ മുകളിൽ കയറി, ഒരുപാട് കടകളിൽ കയറിയിട്ട് ഇവർ ഇങ്ങനത്തെ പരിപാടി. എപ്പോഴാണ് ആളെ കിട്ടിയത്? ഇന്നാണ് ആളെ കിട്ടിയിരിക്കുന്നത്. ദിവസങ്ങൾക്ക് മുമ്പാണ് വ്യാപാര സ്ഥാപനങ്ങളിൽ ഇയാൾ വ്യാപകമായി മോഷണം നടത്തിയത്. മോഷണവും പരാതിയും പെരുകിയതോടെ പോലീസിനും തലവേദനയായി. ഒടുവിൽ കഴിഞ്ഞ രാത്രി ആയുധങ്ങളുമായി മോഷണം നടത്താനെത്തിയ കള്ളനെ പ്രദേശത്തെ ഓട്ടോക്കാർ തന്നെ കയ്യോടെ പിടികൂടി പോലീസിലേൽപ്പിക്കുകയായിരുന്നു. ന്യൂസ് 18 തിരൂർ. അമേരിക്കയിൽ ഏറെ കോളിളക്കമുണ്ടാക്കിയ സംഭവമായിരുന്നു സ്വന്തം അമ്മ 2 മക്കളെ അടുപ്പിലിട്ട് പൊള്ളിച്ച് കൊലപ്പെടുത്തിയ കേസ്. 2017 ഒക്ടോബറിലാണ് ലാമോറ വില്യംസ് എന്ന 24-കാരി 1ഉം 2ഉം വയസ്സുള്ള 2 ആൺമക്കളെ ക്രൂരമായി കൊലപ്പെടുത്തിയത്. കേസിൽ 7 വർഷത്തിന് ശേഷം ലാമോറയ്ക്ക് കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നു. പ്രതിക്ക് ജീവപര്യന്തവും 35 വർഷം അധിക തടവുമാണ് ശിക്ഷ. ഇതോടെ 3 കുട്ടികളുടെ അമ്മയായ ലാമോറയ്ക്ക് ഇനിയുള്ള കാലം മുഴുവൻ ജയിലിൽ കിടക്കാം. ഒക്ടോബറിൽ നടന്ന സംഭവത്തിലാണ് ശിക്ഷാവിധി. പരിചാരകയെ ഏൽപ്പിച്ചു പോയ തന്റെ മക്കൾ മരിച്ചെന്നാണ് 911 എന്ന എമർജൻസി നമ്പറിലേക്ക് വിളിച്ച് മോറ അറിയിച്ചത്. എന്നാൽ അന്വേഷണ ഉദ്യോഗസ്ഥരും പ്രോസിക്യൂട്ടർമാരും സംഭവം കൊലപാതകമാണെന്ന് തെളിയിച്ചു. 2 വയസ്സുള്ള കെ യുൻഡെ, 1 വയസ്സുള്ള ജാക്ക് കാർട്ടർ എന്നീ കുഞ്ഞുങ്ങളെയാണ് കൊലപ്പെടുത്തിയത്. യുവതിയുടെ എമർജൻസി കോളോടെ കേസിൽ അന്വേഷണം ആരംഭിക്കുകയായിരുന്നു. സംഭവ സമയത്ത് തന്നെ കുട്ടികളുടെ പിതാവും 911 നമ്പറിലേക്ക് വിളിച്ചു. മക്കൾ മരിച്ച കാര്യം പറഞ്ഞു. ഭാര്യ വീഡിയോ കോൾ ചെയ്തെന്നും അപ്പാർട്ട്മെന്റിൽ 2 പേരും മരിച്ചു കിടക്കുന്നതായി ദൃശ്യങ്ങളിൽ കണ്ടെന്നും അവർ മരിച്ചെന്ന് കരുതുന്നു എന്നുമാണ് ഭർത്താവ് വിളിച്ചറിയിച്ചത്. പോലീസെത്തി അന്വേഷണം ആരംഭിച്ചപ്പോൾ സംഭവം സത്യമാണെന്ന് ബോധ്യമായി. 2 മക്കളും എന്തു മരിച്ചതായി കണ്ടെത്തി. പോസ്റ്റ്മോർട്ടം പ്രാഥമിക കണ്ടെത്തലിൽ കൊലപാതകമാണെന്നതിന് തെളിവ് ലഭിച്ചു. തല അടുപ്പിനകത്തേക്ക് വെച്ചതിനെ തുടർന്നാണ് മരണം എന്നായിരുന്നു കണ്ടെത്തൽ. തലയിൽ അനുഭവിച്ച താപത്തിന്റെ തോതും ദൈർഘ്യവും നിരീക്ഷിച്ചാണ് തല അടുപ്പിനകത്തേക്ക് വെച്ചതാണെന്ന നിരീക്ഷണത്തിൽ എത്തിയത്. ഇതോടെ അറ്റ്ലാന്റ പോലീസ് മോറയെ അറസ്റ്റ് ചെയ്തു. അതേസമയം മകൾക്ക് മാനസിക പ്രശ്നമുണ്ടെന്നാണ് മോറയുടെ അമ്മ പറയുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. കോഴിക്കോട് കൊയിലാണ്ടിയിലെ ലഹരി മാഫിയ നാട്ടുകാർക്ക് മാത്രമല്ല പോലീസിനും വലിയ ഭീഷണിയാണ്. നിയമം നടപ്പാക്കാൻ പോലും പോലീസിനെ അനുവദിക്കാത്ത അവസ്ഥ. കൊയിലാണ്ടിയിൽ SI ഉൾപ്പെടുന്ന പോലീസുകാരെ ലഹരി മാഫിയ ആക്രമിച്ചത് പോക്സോ കേസിലെ പ്രതിയെ പിടികൂടാനെത്തിയപ്പോഴാണ്. ആക്രമണത്തിൽ SI ജിതേഷ്, ഗ്രേഡ് SI അബ്ദുള്ള, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ പ്രവീൺ കുമാർ, സിനുരാജ് തുടങ്ങിയവർക്ക് പരിക്കേറ്റു. കേസിൽ അത്തോളി സ്വദേശി നോബിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ നാട്ടിൽ ഭീതി പരത്തുന്ന ലഹരി മാഫിയെ പോലീസ് അമർച്ച ചെയ്യണം. അക്രമകാരികളെ കാപ്പ ചുമത്തി ജയിലിലടക്കുകയാണ് ചെയ്യേണ്ടത്. ഇതോടെ ഇന്നത്തെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.